ചെയ്യാതെ പോയി എന്നതാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ദൃശ്യങ്ങളിൽ ചാണ്ടി ഉമ്മൻ ഇവിടേക്ക് വരികയാണ്. ചാണ്ടി ഉമ്മൻ ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു ഇതിൽ ഒരു വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്കും എല്ലാം നയിക്കുകയും വളരെ നിർണായകമായ ഒരു ഇടപെടലും കാര്യങ്ങളും എല്ലാം തന്നെ നടത്തുകയും ചെയ്തത്. വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് അദ്ദേഹം നേതൃത്വം നൽകി. അദ്ദേഹത്തിൻ്റെ പേരിൽ പോലീസ് കേസെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. അദ്ദേഹം ഇപ്പോൾ അന്തിമോപചാരം അർപ്പിക്കുകയാണ് ബിന്ദുവിന്. അദ്ദേഹം അപ്പോൾ അന്തിമോപചാരം അർപ്പിച്ചതിന് ശേഷം അദ്ദേഹം പുറത്തേക്ക് പോകുന്നു എന്നതാണ്. അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇപ്പോൾ അദ്ദേഹം ഇതുപോലെ തന്നെ നിരവധി പേർ ബിന്ദുവിനെ അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിരവധിയായ രാഷ്ട്രീയ പ്രവർത്തകരും കാര്യങ്ങളും എല്ലാവരും തന്നെ ഇവിടേക്ക് വരുന്നുണ്ട്. അവർ ഓരോരുത്തരായി ഇവിടെ വന്ന് അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങുകയും ചെയ്യുന്ന അല്പസമയത്തിനകം വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടേക്ക് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ കൃത്യമായ രീതിയിലുള്ള പ്രതികരണം എല്ലാവരുടെ ഭാഗത്തുണ്ട്. കാരണം വലിയ പ്രതിഷേധം ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ നിലനിൽക്കുന്നു എന്നതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള നിലപാടുകൾ അവർ അത് വിശദീകരിക്കുകയും ചെയ്യും. ഏതായാലും ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധമാണ്. തീർച്ചയായും വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. ചാണ്ടി ഉമ്മൻ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ അന്ത്യോപചാരം അർപ്പിക്കുന്നതിനായി എത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ചാണ്ടി ഉമ്മൻ പ്രതികരിക്കുമോ മാധ്യമങ്ങളോട് എന്നതിലും വ്യക്തതയില്ല. പക്ഷേ ഡാനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അപകടമുണ്ടായതിനു ശേഷം കോട്ടയം മെഡിക്കൽ കോളേജിൽ തകർന്ന വീണ കെട്ടിട സാഹചര്യത്തിലേക്ക് ആ ഭാഗത്തേക്ക് നിരവധിയായ ആളുകൾ എത്തിയിരുന്നുവെങ്കിലും രക്ഷാപ്രവർത്തനം ഈ നിലയിലാണോ നടക്കേണ്ടത് എന്ന് ആദ്യം ചോദ്യം ചെയ്തത് ചാണ്ടി ഉമ്മൻ തന്നെയായിരുന്നു. മന്ത്രിമാർ പറഞ്ഞിട്ട് പോയത് അവിടെ നിന്ന് എല്ലാവരെയും ഒഴിപ്പിച്ചതാണ്, അതുകൊണ്ട് അവിടെ ആരും ഇല്ല എന്നുള്ളതാണ്. പക്ഷേ അതെങ്ങനെയാണ് സ്ഥിരീകരിക്കാൻ സാധിക്കുക? ഒരു അപകടമുണ്ടായ ഇടത്ത് ആ കെട്ടിടത്തിനുള്ളിൽ ആരുമില്ല എന്നത് എങ്ങനെ സ്ഥിരീകരിക്കും എന്ന ചോദ്യം ചാണ്ടി ഉമ്മൻ ആ ഘട്ടത്തിൽ ഉന്നയിച്ചിരുന്നു. രക്ഷാപ്രവർത്തകർ എന്തുകൊണ്ട് എത്തുന്നില്ല എന്നത് അടക്കമുള്ള ചോദ്യങ്ങൾ അദ്ദേഹം ഉയർത്തുകയും ചെയ്തിരുന്നു. മാത്രവുമല്ല, ഈ കെട്ടിടം പൂർണ്ണമായും ഉപയോഗയോഗ്യമായിരുന്നില്ല എന്നത് ശരിയല്ല എന്ന വാദം, പ്രത്യേകിച്ച് അവിടുത്തെ ലൈറ്റുകളൊക്കെ ഓണായാണ് കിടന്നിരുന്നത്. അങ്ങനെ ഉപയോഗയോഗ്യമല്ലാത്തൊരിടത്ത് എങ്ങനെയാണ് ഈ ലൈറ്റുകൾ ഓണായി കിടക്കുക എന്ന സംശയമൊക്കെ ചാണ്ടി ഉമ്മൻ്റെ ഭാഗത്ത് നിന്ന് ഉയർന്നതാണ്. അതിനുശേഷം ആണ് പിന്നീട് ഏതാണ്ട് 2 മണിക്കൂറിന് ശേഷം മാത്രമാണ് അവിടേക്ക് രക്ഷാപ്രവർത്തകർ എത്തിയത്. അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം എന്ന മട്ടിൽ ഉള്ള ഒരു പ്രവർത്തനം, അവിടുത്തെ ഈ തകർന്നു വീണ കോൺക്രീറ്റ് പാളികൾ ഉൾപ്പെടെ നീക്കം ചെയ്യുന്ന പ്രവർത്തനം ആരംഭിച്ചത്. അതിനെ അടക്കം ചോദ്യം ചെയ്തിരുന്നു. ഇപ്പോൾ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരൊക്കെ അന്ത്യോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി എത്തുന്നുണ്ട്. ഒരു നാട് ഒന്നടങ്കം തേങ്ങുന്ന കാഴ്ചയാണ് ഉള്ളത്. ബിന്ദുവിൻ്റെ കുടുംബം വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ് പ്രദേശവാസികളുടെയൊക്കെ പ്രതികരണങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി അടക്കം ഉള്ള ഒരു കുടുംബമായിരുന്നു. ആ കുടുംബം രക്ഷപ്പെടുന്ന ഒരു ഘട്ടം ആയിരുന്നു എന്നാണ് ബന്ധുക്കളും അയൽവാസികളുമൊക്കെ പറയുന്നത്. കാരണം മക്കളുടെ വിദ്യാഭ്യാസം പൂർത്തിയാകുന്നു, അവർ ജോലിക്ക്. എൻ്റെ മോനാ, എൻ്റെ കുഞ്ഞ് ചതഞ്ഞു പോയേ, എൻ്റെ കുഞ്ഞ് ചതഞ്ഞു പോയി, എൻ്റെ കുഞ്ഞ് അരഞ്ഞ്. ഇനി ഒന്നും ബാക്കിയില്ല. 9:00 ഞാൻ വിളിക്കുമ്പോൾ തൊട്ട് ഞങ്ങൾ ഫോണെടുത്തില്ല. 11:30 വരെ ഞാൻ വിളിച്ച് ഫോണെടുത്തില്ല. അത്രയും നേരം അവളെ മണ്ണിനടിയിൽ കിടക്കുമായിരുന്നേ. അത്രയും നേരം മണ്ണിനടിയിൽ കിടക്കുമായിരുന്നേ. എൻ്റെ മോനാമ്മച്ചി, എൻ്റെ കുഞ്ഞ് പോയേ. എൻ്റെ വീട്ടിൽ അവളാണ്. 2 കുഞ്ഞുങ്ങളെയും പഠിപ്പിച്ച് എൻ്റെ കാര്യമൊന്നും പറിച്ച് നടക്കുവാണ്. ഈ തുണിക്കടയിൽ പോയാൽ എന്ത് കിട്ടാന്? ഞാനും കിട്ടുന്നത്. എനിക്ക് പെൻഷൻ കിട്ടും, അതും കൊടുക്കും. അവൻ വല്ലപ്പോഴും ഏതൊരു പണിയൊന്നുമില്ലേ, അവൻ വല്ല കിളയ്ക്കാനോ പറക്കാനോ ഒക്കെ അവൻ പോകും. അവൻ പറയും ഏത് തീട്ടം കോരിയാലും വേണ്ടില്ല, എനിക്ക് കാശ് കിട്ടും എന്നും പറഞ്ഞ് അവൻ പോകും. ഞാൻ പറഞ്ഞു കിളയ്ക്കാനൊന്നും പോലെ മോനെ, എന്നമ്മ എൻ്റെ കൊച്ചുങ്ങൾക്ക് കാശ് കൊടുക്കാൻ അവള് വഴക്ക് പറയും. അതുകൊണ്ട് ഞാൻ കിളയ്ക്കാൻ പോകും. ചേനയുടെ ചുവട് ചെത്താൻ പോകണം. ചേനയ്ക്ക് മണ്ണിടാൻ പോകണമ്മ, വാഴയ്ക്ക് മണ്ണിടാൻ പോകണം. എനിക്ക് കുറച്ച് കാശേ കിട്ടുള്ളെങ്കിലും മറ്റും കിട്ടും. എൻ്റെ പൊന്നു മക്കളെ, എൻ്റെ പൊന്ന് താറന്മാരെ, എൻ്റെ 2 കുഞ്ഞിനെ പച്ച പിടിപ്പിക്കാൻ വേണ്ടി നടന്ന മകളാണ്. ഇനി ഞാൻ എന്ത് ചെയ്യും? ഈ വയസ്സ് ഞാൻ എന്ത് ചെയ്യും മക്കളെ?
എന്റെ വയസ്സ് എന്ത് ചെയ്യും മക്കളെ? എന്റെ വയസ്സ് ഞാൻ എന്ത് ചെയ്യും? എന്റെ കുഞ്ഞുങ്ങളെ ചെറുക് പിടിപ്പിക്കാൻ എന്ത് ചെയ്യും ഞാൻ? ഞങ്ങൾക്കൊരു വഴി, എനിക്കൊരു വഴിയില്ല. വഴിയില്ല. അവള് പറയും അമ്മ ഇല്ലാത്തൊന്നും ആരോടും പറയല്ലേ അമ്മ, ആരോടും പറയല്ലേ, ആരോടൊന്നും പറയല്ലേ, ഇല്ലാന്നൊന്നും പറയല്ലേ, ഇല്ലാന്നൊന്നും പറയല്ലമ്മ. അപ്പൊ കുട്ടിനോടൊന്നും പറയല്ലമ്മ. ബിന്ദുവിന്റെ